സാർ, ഒരു കരിയർ കൗൺസിലറിന്റെ ആകാൻ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്, എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്? ഒന്ന്, പ്രൊഫഷണലി നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു PG ഡിപ്ലോമ കോഴ്സുകളുണ്ട് കരിയർ കൗൺസിലർ ആവാനുള്ള. അതല്ലാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ വലിയ വലിയ പ്ലേയേഴ്സ് ഇവർ നടത്തുന്ന കോഴ്സുകൾ തന്നെ ഉണ്ട്, ഇവര് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ പേഴ്സണലി നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കരിയർ കൗൺസിലർ ആവാനുള്ള കോഴ്സുകൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് പോയിട്ട് എടുക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് ഒന്ന്, ഇപ്പൊ ക്വാളിഫിക്കേഷൻ വൈസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ, അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ MA സൈക്കോളജി വേണമെന്ന് നിർബന്ധം പറയുന്ന ടീമുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയത് MA ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ പാഷൻ ആയിട്ടുള്ള, അതിനെക്കുറിച്ച് നന്നായിട്ട് നിരന്തരം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, കുറച്ചൊരു സൈക്കോളജി ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആള്, അങ്ങനത്തെ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ ഒരുപാട് നീഡുള്ള ഒരു പ്രൊഫഷനാണ്. നമുക്കറിയാം ഇപ്പൊ ഒരു വർഷം കേരളത്തിൽ തന്നെ എത്ര ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇപ്പൊ 12th പാസ്സാവുന്നത്. അപ്പൊ ഈ കുട്ടികൾ പാസ്സായാലും 10th പാസ്സാവുന്നത്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഈ മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഫഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഇന്ന് മാർക്കറ്റിൽ ഈ പ്രൊഫഷന് വേണ്ടി പെയ്ഡ് ആയിട്ട് അത്യാവശ്യം ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഡീസെന്റ്ലി പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനും കൂടിയാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താനും പറ്റും. ഓക്കെ, ഒരു കരിയർ കൗൺസിലർ ആവാൻ അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗ് എന്ന ഒരു ജോബിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോഴുള്ളതും ഇനി വരാൻ പോകുന്നതും? ഒന്ന്, പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളിപ്പോ വെസ്റ്റേൺ കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിർബന്ധമായിട്ട് ഒരു കരിയർ കൗൺസിലർ വേണമെന്നുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഭാവിയിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് വരും. ഇപ്പൊ നമ്മൾ IIM-ലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പൊ കരിയർ കൗൺസിലറുടെ പോസ്റ്റ് ഉണ്ട്. ഇപ്പൊ മന്ത്ലി, ഇഫ് ഐ എം നോട്ട് റോങ്, 1 lakh മിനിമം സാലറി ഉണ്ട് അവിടെ IIM-ല്. ബട്ട് യു ഹാവ് ടു ബി ദാറ്റ് ക്വാളിഫൈഡ്. ഐ എം ജസ്റ്റ് ഗിവ് എൻ എക്സാമ്പിൾ. അപ്പൊ ഇനി എല്ലാ കോളേജുകളിലും സ്ഥാപനങ്ങളിലും ഈ ഒരു സാധനം വരും, നിർബന്ധമായിട്ടും വരും ഒരു ഫ്യൂച്ചറിൽ. പിന്നെ അതേപോലെ നമുക്ക് പ്രൊഫഷണലി നമുക്കൊരു ബിസിനസ് ആയിട്ടും ഇത് കൊണ്ട് നടക്കാം. പിന്നെ ദിസ് ഇസ് ഹൈലി സാറ്റിസ്ഫൈങ് ജോബ് ഓൾസോ. പേഴ്സണലി എന്റെ ഒരു അച്ചീവ്മെന്റ് ചോദിച്ചിരുന്നല്ലോ, എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്ത 99.9% സ്റ്റുഡൻസും ദേ വർ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് പേഴ്സണലി ഐ റിസീവ്ഡ്. അപ്പം അവരുടെ ഒരു സന്തോഷം, അവരുടെ പാരന്റ്സിന്റെ സന്തോഷം, എന്റെ മകൾ അല്ലെങ്കിൽ മകൻ അവർക്കൊരു വഴിയായി, കൃത്യമായിട്ട് അവർക്ക് അവരെ കുറിച്ച് തിരിച്ചറിവായി, അവർക്ക് ഇന്ന പാത്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു റിയലൈസേഷൻ ആണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പിന്നെ ഒരു കിക്ക് വരും. അപ്പൊ വീണ്ടും വീണ്ടും ചെയ്യാനും ബെറ്റർ ആവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. അപ്പൊ ആസ് എ കരിയർ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രൊഫഷൻ മോസ്റ്റ് പ്രോബബ്ലി ഇപ്പൊ കേരള നോളജ് എക്കണോമിയെ കുറിച്ച് നമുക്കറിയാം. കേരള നോളജ് എക്കണോമി എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടും കരിയർ കൗൺസിലേഴ്സ് പോസ്റ്റുകൾ കേരളത്തിൽ വരാനുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു പ്രൊജക്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്ത്യയിൽ ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ സ്ഥാപനങ്ങളിൽ ഓപ്പർച്യൂണിറ്റി വരും. അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ ഈ മാർക്കറ്റ് വൈഡ്ലി ഓപ്പൺ ആണ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് യൂത്ത് ആണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പോപ്പുലേഷനിൽ നമ്മളിപ്പോൾ റീസെന്റ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു, നമ്മുടെ എന്താണ് ഇന്ത്യൻ എംപ്ലോയി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് 2024 ILO-ടെ റിപ്പോർട്ടാണ്. അതിൽ പറയുന്ന വെച്ചാൽ 83% ഇന്ത്യയിലെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ യൂത്ത് ആണ്. അപ്പൊ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് ഉണ്ടായിട്ട് പോലും നമ്മൾ ഈ അവസ്ഥയിലാണ്. അപ്പൊ കൃത്യമായിട്ട് ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അവരെ കരിയർ പാത്ത് സെറ്റ് ചെയ്യാൻ അറിയില്ല, അവർക്ക് ഇൻഫർമേഷൻ ഇല്ല, അവരെ കുറിച്ചുള്ള സെൽഫ് ഡിസ്കവേർഡ് നോളജ് ഇല്ല. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പൊട്ടൻഷ്യൽ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ സെൽഫ് ഡിസ്കവറി പ്ലസ് മാർക്കറ്റിന്റെ റിക്വയർമെന്റ് മനസ്സിലാക്കി ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും കരിയറിൽ സക്സസ് നേടാൻ പറ്റും. ഇപ്പം കുറെ ട്രെൻഡ്സും ഇങ്ങനെ കാര്യങ്ങൾ മാറി മാറി വരികയാണ് ഓരോരോ ഫീൽഡിലും. അപ്പൊ സാർ എങ്ങനെയാണ് അത് അപ് ടു ഡേറ്റ് ആയിട്ട് എപ്പോഴും വെക്കുന്നത്? ഒന്ന് പറയുന്നത് യു ഹാവ് ടു ബി അവെയർ. നമ്മൾ ജനറലി ഗ്ലോബലി വരുന്ന ട്രെൻഡുകളൊക്കെ നമ്മൾ അവെയർ ആവും, ന്യൂസിലൂടെ അവെയർ ആവാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്. ഇപ്പൊ ലെജിറ്റിമേറ്റ് സോഴ്സുകൾ എന്ന് പറയുന്ന
ഇപ്പോൾ നമ്മുടെ നാഷണൽ കരിയർ സർവീസ് ഉണ്ട്, അതിന്റെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ. പിന്നെ ഓനെറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് നമ്മുടെ US ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ. അതുപോലെ പിന്നെ ILOന്റെ വെബ്സൈറ്റുകളുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കരിയർ 360 വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഫാമാണ് കരിയർ 360. പിന്നെ ഒരുപാട് ബുക്സ് മുമ്പൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പൊ മാധ്യമത്തിന്റെ വിദ്യ എന്നൊക്കെ പറയുന്ന, മനോരമയുടെ ഹൊറൈസൺ, അങ്ങനൊക്കെ ഒരുപാട് ബുക്കുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ബുക്കുകളൊക്കെ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് പേഴ്സണലി നമ്മളിങ്ങനെ ഈ ബുക്കുകൾ വായിക്കുക. പ്ലസ് പ്രൈമറിലി ഞാൻ ചെയ്യുന്ന വേറൊരു സാധനം എന്ന് വെച്ചാൽ അതിൽ ആ ഫീൽഡിലുള്ള പ്രൊഫഷണൽസിന്റെ ഇന്റർവ്യൂസ് കാണും, അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ അവര് പ്രാക്ടിക്കലി നമുക്ക് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആസ്ട്രോഫിസിക്സ്, ഇപ്പൊ എൻ്റെ ഒരു അടുത്ത് വന്നൊരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പൊ ആസ്ട്രോഫിസിക്സ് പഠിക്കണം എന്നാണ് ആഗ്രഹം. +2 കഴിയാനായി. സ്വാഭാവികമായിട്ടും നമ്മൾ ഫിസിക്സ് ഡിഗ്രി എടുത്ത് ഇപ്പോൾ IIT JAM ഒക്കെ എഴുതി ഫിസിക്സ് PG എടുത്ത് പിന്നെ ISROയിലൊക്കെ ഫെലോഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ നമുക്ക് അങ്ങനെ പോവാം. പക്ഷെ ഈ കുട്ടി ആഗ്രഹിക്കുന്നത് ഫിസിക്സ് BSc ആസ്ട്രോഫിസിക്സ് എടുക്കണം എന്നാണ്. BSc ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആണ് കോഴ്സ്. പക്ഷെ ഇവിടെ ഇഷ്യൂ എന്ന് വെച്ചാൽ BSc ആസ്ട്രോഫിസിക്സ് പഠിച്ച ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കമ്പാരിറ്റീവ്ലി ഫിസിക്സ് പഠിച്ച ആൾക്ക്, ഫിസിക്സ് മാക്സിമം പഠിച്ച ആളുകളെക്കാളും കുറവാണ്. അപ്പോൾ നമ്മളിപ്പോ ഒരു 1000 ജോബ് ഫിസിക്സ് മാക്സിമം പഠിച്ച ആളുകൾക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ <5 മാത്രമേ ഇവിടെ നിന്നുണ്ടാവുള്ളൂ ആസ്ട്രോഫിസിക്സ് പഠിച്ച ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ ഉദാഹരണം പറയാണ്, സിമ്പിൾ ഒരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടി BSc ഫിസിക്സ് എടുക്കുകയും അല്ലെങ്കിൽ MSc ഫിസിക്സ് എടുക്കുകയും പിന്നീട് ആസ്ട്രോഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അപ്പൊ ഇത് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ISROയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഈ ഫ്രണ്ടിനെ ഡയറക്റ്റ് വിളിക്കുകയും ഓക്കെ ഇങ്ങനെ ഒരു കുട്ടീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്താണ് കുട്ടിക്ക് സജസ്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് ഓൾറെഡി ഈ ഒരു ഇഷ്യൂവിൽ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ അങ്ങനത്തെ ആളുകളെ പ്രൊഫഷണൽസിനെ വിളിച്ച് ചോദിക്കുകയും പ്രാക്ടിക്കലി ആ ഫീൽഡിൽ നടക്കുന്ന കുറെ ട്രെൻഡുകളും മാറ്റങ്ങളും മനസ്സിലാക്കുകയും അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഒരു ഒപ്പീനിയൻ നമുക്ക് കൊടുക്കാൻ പറ്റി. സ്വാഭാവികമായിട്ട് നമുക്ക് UG കുറച്ചുകൂടി വൈഡറായി എടുക്കുകയും PGയിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ ആ ഒരു ഫിലോസഫി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് കുട്ടിക്ക് പറഞ്ഞെടുക്കാൻ പറ്റി. അപ്പോൾ മാറ്റങ്ങൾ, ഫീൽഡിലുള്ള മാറ്റങ്ങളും പൊതുവെ ഇന്റർനാഷണൽ ഒബ്സർവേഷൻസ് നടത്തുന്ന ഈ പറയുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇടക്കിടക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒന്ന് അത് നോക്കി അതിലെ മാറ്റങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് വരും. പിന്നെ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി ഡൈനാമിക്, ഇറ്റ്സ് വെരി ഹാർഡ് ടു കീപ്പ് അപ്പ്, ബട്ട് ഇറ്റ്സ് അവർ പാർട്ട് ഓഫ് ദ പ്രൊഫഷൻ, റൈറ്റ്? സാർ, ഒരു കരിയർ കൗൺസിലർ എന്ന നിലയിൽ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രൊഫഷൻ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോടും പിന്നെ കരിയറിലേക്ക് വേറെ കരിയർ നോക്കുന്ന ആൾക്കാർക്കും സാറിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഗ്രാജുവേറ്റ്സിനുള്ള കരിയർ കൗൺസിലിംഗ് ഓൾറെഡി അവൈലബിൾ ആണ് മാർക്കറ്റിൽ, നമ്മളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7 വരെയുള്ള കുട്ടികൾ, 10 +2 വരെയുള്ള കുട്ടികൾ, പിന്നെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കരിയർ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് ടെസ്റ്റ് എടുത്തിട്ട് ഒരു സെൽഫ് ഡിസ്കവറി നടത്താം. അങ്ങനെ ചെയ്തവർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ പേഴ്സണലി അങ്ങനെ കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല റിസൾട്ട് തന്നെ ആയിരുന്നു. അപ്പൊ ചിലവർ കൺഫേം ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഞാൻ നിൽക്കുന്നത് റൈറ്റ് ഫീൽഡ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ഫീൽഡ് മാറ്റണം, അല്ലെങ്കിൽ എന്റെ സെക്കൻഡ് ഓപ്ഷൻ ഏതാണ്, തേർഡ് ഓപ്ഷൻ ഏതാണ്, അല്ലെങ്കിൽ എന്റെ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ് എന്നൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്. അവർക്കുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം സ്കിൽഡ് ആവുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കില്ല്, അതായത് നിങ്ങളുടെ ഹാർഡ് സ്കില്ല് പ്ലസ് നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ല്, ഇത് രണ്ടും കൃത്യമായിട്ട് ഒരുമിച്ച് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രൈമറിലി എനിക്ക് പറയാനുള്ളത്. പിന്നെ ലോകം, കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് യു ഷുഡ് ഓൾവേസ് ബി റെഡി ടു ലേൺ ന്യൂ തിങ്സ്. ഒന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് ലൈഫിൽ മാറ്റം വരുത്താനുമുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ ഒരു എബിലിറ്റി, ഒരു മസിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്ത് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോ നമ്മുടെ എൻവിഡിയ കമ്പനി കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ കമ്പനിയാണ് എൻവിഡിയ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനിനെ കേട്ടിട്ടുണ്ടോ? എൻവിഡിയ ചിപ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, ഗ്രാഫിക്സ് കാർഡ് ഇതൊക്കെ പ്രൊവൈഡ് ഒക്കെ ചെയ്യുന്ന ഒരു ടീമാണ്. ആപ്പിളിനെക്കാളും മുകളിലേക്ക് വാല്യൂഷനിൽ പോയിട്ടുണ്ടായിരുന്നു പ്രൊഡക്ഷനിൽ. അപ്പോ
അപ്പൊ അതിന്റെ സിഇഒ, അപ്പോ അദ്ദേഹത്തിന്റെ പേര് ജെൻസൺ ഹുവാങ് എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഈ ട്രെൻഡിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ AI ടൂൾസ്, AI ലാംഗ്വേജ് മോഡൽസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചാല്, ഒരു പക്ഷേ നാളെ അദ്ദേഹത്തിന്റെ ഡ്രീം എന്ന് പറയുന്നത് നമ്മളിപ്പോ സംസാരിക്കുന്ന ഒരു ഭാഷ പോലെ കോഡിംഗ് ലാംഗ്വേജ് മാറും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പറോ അല്ലെങ്കിൽ ആസ് എ പ്രൊഫഷണലോ നമുക്ക് വേണ്ടത് ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്, അനലൈസിങ് ആണ്, ക്രിയേറ്റിവിറ്റി ആണ്. ഇപ്പൊ നമ്മുടെ UN ഒക്കെ പറയുന്ന നമ്മുടെ 21st സെഞ്ചുറി സ്കിൽസ് ഒക്കെ അല്ലേ ഇപ്പോ അതായത് കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, അപ്പൊ അങ്ങനത്തെ ഒരു കോർ സ്കിൽസ് കാര്യങ്ങളൊക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ ഇങ്ങനെ കോർ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓഫ് കോഴ്സ് ഇപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആണ്. ഇപ്പോൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രെയിനിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ മര്യാദക്ക് ഉപയോഗിക്കാറില്ല. അപ്പൊ ഫിസിക്കലി ഫിറ്റ് ആവുക, മെന്റലി ഫിറ്റ് ആവുക, കരിയറിൽ നമ്മൾ പറയുന്ന പോലെ ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പഠിക്കാനും ആ ഒരു ലേണിംഗ്, കണ്ടിന്യൂസ് ലേണിംഗ് എബിലിറ്റി ആൻഡ് ദി എബിലിറ്റി ടു ചേഞ്ച്, അഡാപ്റ്റ് യുവർ സെൽഫ് ഇൻ ടു ദ സിറ്റുവേഷൻ, ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ലൈഫിൽ. അപ്പൊ ആ ഒരു കോൺഫിഡൻസോടെ നിൽക്കുകയും പ്രൊഫഷനെ ആ രീതിയിൽ കാണുകയും, ചിലപ്പോൾ ലൈഫിൽ നമ്മൾ 5-6 കരിയർ ചിലപ്പോൾ മാറ്റുമായിരിക്കും, അതൊരു റിയാലിറ്റി ആണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ അക്കോർഡിംഗ് ടു റിപ്പോർട്ട്സ് ഒരു മനുഷ്യൻ 5 പ്രാവശ്യമെങ്കിലും ലൈഫിൽ കരിയർ മാറ്റും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഇറ്റ് ക്യാൻ ബി എ തിങ്, ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. ബട്ട് കരിയർ മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞ സ്വഭാവം കുറെയൊക്കെ സിമിലർ ആയിരിക്കും. ഇപ്പൊ നമ്മളുള്ള ക്രിയേറ്റീവ് ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ മാനേജർ ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കളി തന്നെ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ലൈഫിനെ എങ്ങനെ കാണുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ഹാപ്പി അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ള വിശ്വാസത്തോടു കൂടി മാക്സിമം സ്കിൽസ് അക്വയർ ചെയ്യുകയും നമ്മളെ ഡെവലപ്പ് ആക്കുകയും, നമ്മൾ പറയില്ലേ, അതായത് പൂവ് പൂത്ത് കഴിഞ്ഞാൽ വണ്ട അങ്ങോട്ടേക്ക് വരും. അതേപോലെ നമ്മൾ യു ഷുഡ് ബ്ലൂം യുവർ സെൽഫ്, യു ഷുഡ് ബി റെഡി ഫോർ ദ ഓപ്പർച്യൂണിറ്റി, ആൻഡ് വെൻ ദ ടൈം കംസ് യു ആർ റെഡി, സോ യു ക്യാൻ ഡു എനിത്തിങ്. അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത്. താങ്ക് യു സോ മച്ച് സാർ, കരിയർ കൗൺസിലിനെ കുറിച്ച് പറഞ്ഞു തന്നതിനും കരിയർ പോസിബിലിറ്റീസിന്റെ കുറിച്ച് കുറെ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. Thank you for the opportunity and I wish you all the best. Okay, sir.